വീട്ടിൽ തന്നെ മാംഗോ വീറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1/2 ഗ്ലാസ് ശർക്കര ചീകി മിക്സിയിൽ പൊടിച്ചെടുത്തത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, വളരെ കുറച്ച് ഉപ്പ്, 1 ഗ്ലാസ് പാല്, ഒരു 1/2 ഗ്ലാസ്സിൽ കുറച്ച് കുറവ് നെയ്യ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീര്. ഇത്രയാണ് വേണ്ടത്. ആദ്യമായി കേക്ക് ഉണ്ടാക്കുന്നതിനായി പാല് പിരിച്ചെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാല്, ചെറു ചൂടുള്ള പാലാണ് നല്ലത്. പച്ചപ്പാല് ഒരു കാരണവശാലും എടുക്കരുത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് ഒരു 15 മിനിറ്റോളം മാറ്റി വെക്കുക. അപ്പോൾ ഈ പാല് പിരിഞ്ഞു വരുന്നതാണ്. അടുത്തതായി കേക്ക് ഉണ്ടാക്കുന്നതിനായി 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നു. നമ്മളിവിടെ മൈദ ഉപയോഗിക്കുന്നതല്ല, 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്താണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഒരു തരികളൊന്നുമില്ലാതെ നന്നായി അരിച്ചെടുക്കുക. അടുത്തതായി നമ്മളൊരു പാത്രത്തിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച ശർക്കര നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. നെയ്യ് ആയതുകൊണ്ട് കുറച്ച് യോജിക്കാൻ താമസമെടുക്കും. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശർക്കര നെയ്യിൽ നല്ലവണ്ണം യോജിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലൊന്ന് എടുത്ത് നോക്കാം. ഇതിപ്പോൾ നന്നായി പിരിഞ്ഞിട്ടുണ്ട്. ചെറു ചൂടുള്ള തിളപ്പിച്ച പാലേ എടുക്കാവുള്ളൂ. ഈ ശർക്കര നെയ്യ് മിശ്രിതത്തിലേക്ക് നമ്മുടെ പിരിഞ്ഞ പാല് കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ആദ്യം ചേർക്കാൻ പാടില്ല, കുറച്ച് കുറച്ച് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പിരിഞ്ഞ പാല് ശർക്കരയും നെയ്യുമായി യോജിപ്പിച്ച് നല്ലോണം ഇളക്കി എടുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ മിശ്രിതത്തിലേക്ക് നമ്മുടെ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറച്ചൊഴിച്ച് ഗോതമ്പ് പൊടിയെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ചേർക്കുക. വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് ഗോതമ്പ് പൊടിയുമായി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം മുഴുവനായി മോര്, ശർക്കര, നെയ്യ് മിശ്രിതം ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഗോതമ്പ് പൊടി മിശ്രിതം നല്ല കട്ടിയായിരിക്കുന്നത് കാണാം. ഇത് കുറച്ചുകൂടെ ലൂസാക്കാൻ വേണ്ടി ഒരു 1/4 കപ്പിൽ കുറച്ച് കുറവ് പാല് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. വെള്ളം ചേർക്കാൻ പാടില്ല. അതിനുശേഷം ഈ മിശ്രിതം നല്ലതുപോലെ ലൂസാകാൻ വേണ്ടി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഗോതമ്പ് പൊടി കേക്ക് ഉണ്ടാക്കാനുള്ള മിശ്രിതം തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്, നല്ല ലൂസായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. സ്പൂണിലെങ്കിലും കോരിയാൽ ഒരു റിബൺ പോലെ വീഴണം താഴത്തേക്ക്. ഇനി കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനായി ചൂടായിട്ടുള്ള ഒരു പാൻ എടുത്തിരിക്കുന്നു. അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിരിക്കുകയാണ്. ഉപ്പിട്ടിരിക്കുന്ന ചൂട് എല്ലാ ഭാഗത്തും ഈവനായിട്ട് എത്താൻ വേണ്ടിയാണ്. ഇതിനകത്ത് ഒരു റിങ് വെച്ചിരിക്കുന്നു. ഇതിനു മേലെയാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ട പാത്രം വെക്കാൻ പോകുന്നത്. ഈ പാത്രം ഒരു അടപ്പ് വെച്ച് അടച്ച് 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ പാത്രം നല്ലോണം ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ കേക്കിൻ്റെ പാത്രം വെക്കാവൂ. പാത്രത്തിൻ്റെ അടപ്പിന് ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ അത് വീഡിയോയിൽ കാണുന്ന പോലെ തുണിക്കഷ്ണം വെച്ച് അടക്കണം, അല്ലെങ്കിൽ ചൂട് വെളിയിൽ പോകുന്നതാണ്. ഈ പാത്രത്തിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കേക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് മുഴുവനായി തേച്ച് കൊടുക്കുകയാണ്. എല്ലാ സൈഡിലും തേച്ച് കൊടുക്കേണ്ടതാണ്. ഈ പാത്രത്തിലേക്ക് കേക്കിൻ്റെ മിശ്രിതം നമ്മൾ മുഴുവനായി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്നതാണ് അതിൻ്റെ പരുവം. ഒരു റിബൺ വീഴുന്ന പോലെ പാത്രത്തിലേക്ക് ഈ മാവ് വീഴേണ്ടതാണ്. അങ്ങനെ മുഴുവനായി പാത്രത്തിലേക്ക് മാറ്റുകയാണ്.
ഇനി ഈ പാത്രം ചെറുതായി ഒന്ന് തട്ടിക്കൊടുക്കണം. അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും എയർ നിൽപ്പുണ്ടെങ്കിൽ വെളിയിൽ പോകാൻ വേണ്ടിയാണ്. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ മിശ്രിതം നിറച്ച പാത്രം ഈ ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പാത്രം നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ മാവ് ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോയി കേക്ക് ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് പാത്രം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ഒരു 50 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. 50 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേക്കിൻ്റെ മിശ്രിതം പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം 50 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെന്തോ എന്നറിയുന്നതിന് വേണ്ടി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ടൂത്ത് പിക്കിലൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അത് വെന്തെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ കുറച്ച് പറ്റിയിട്ടുണ്ട്, അപ്പോൾ കുറച്ച് നേരം കൂടെ വേവിക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായിരിക്കുകയാണ്. ഇനി ഈ പാത്രം ഈ പാനിൽ നിന്ന് വെളിയിലേക്ക് എടുത്തു വെച്ച് നല്ലതുപോലെ തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം മാത്രം കേക്ക് വെളിയിലെടുക്കുക. ഇനി ഈ മാംഗോ വീറ്റ് കേക്കിനായി 3 മാങ്ങ ചെത്തിയെടുത്തിരിക്കുന്നു. ഇത് മിക്സിയിൽ നല്ലതുപോലെ ജ്യൂസായിട്ട് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്യുവർ മാംഗോ പൾപ്പ് കിട്ടിയിരിക്കുകയാണ്. അടുത്തതായി ഈ മാംഗോ പൾപ്പ് ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു പാനിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം തിളയ്ക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ പൾപ്പ് തിളയ്ക്കുന്നത് കാണാവുന്നതാണ്. ഇപ്പോൾ മാംഗോ പൾപ്പ് കേക്കിന് മേലെ ഒഴിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ തണുത്ത് പാത്രത്തിൻ്റെ അരികിൽ നിന്നെല്ലാം വിട്ട് വന്നിരിക്കുന്നതായി കാണാം. ഇപ്പോൾ നമ്മൾ ഒരു കത്തി വെച്ച് കേക്ക് സൈഡിൽ നിന്നെല്ലാം വേർപെടുത്തി എടുക്കുകയാണ്. ഇനി ഒരു പ്ലേറ്റ് നമ്മുടെ കേക്കിൻ്റെ പാത്രത്തിൻ്റെ മേലെ വെച്ച് കമഴ്ത്തി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് പാത്രത്തിൽ നിന്ന് നമ്മുടെ പ്ലേറ്റിലേക്ക് ഈസിയായി വരുന്നത് നമുക്ക് കാണാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ താഴെവശവും നല്ല ഷേപ്പിൽ, പാത്രത്തിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡുമെല്ലാം നല്ല സോഫ്റ്റായും നല്ല ഷേപ്പോടുകൂടിയും കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് തേച്ച് കൊടുക്കുകയാണ്. കേക്കിൻ്റെ മുകളിലും സൈഡിലുമെല്ലാം കംപ്ലീറ്റായി തേച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു മെറ്റൽ സ്കെയിലോ അല്ലെങ്കിൽ ഒരു നല്ല പരന്ന ഒരു കത്തി വെച്ചോ നമ്മുടെ മാംഗോ പൾപ്പ് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് പറ്റാവുന്ന പോലെ മാംഗോ പൾപ്പ് കേക്കിൻ്റെ മുകളിൽ ലെവൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ മാംഗോ വീറ്റ് കേക്ക് തയ്യാറായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കിതിൻ്റെ മേലെ അലങ്കരിക്കാവുന്നതാണ്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ്, അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നെല്ലാം ഇതിൻ്റെ മേലെ എഴുതിയിരിക്കുന്നു. ഈ കേക്ക് എല്ലാവരും വീട്ടിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി.